Yes. Hello everyone. Welcome to Riles Academy. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേജ് ആണ് ഇൻഫാൻസി സ്റ്റേജ് എന്നുള്ളത്. ഓക്കെ, സോ ഇന്നത്തെ വീഡിയോയില് എന്താണ് ഇൻഫാൻസി സ്റ്റേജ് എന്നുള്ളത് വളരെ ഡീറ്റെയിൽ ആയിട്ട് അതിന്റെ എല്ലാ ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിന്റെ കൂടെ തന്നെ ഇൻഫാൻസി സ്റ്റേജിൽ ഉണ്ടാകുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജില് കുട്ടികൾക്ക് ഉണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട 6 ടൈപ്സ് ഓഫ് ഡെവലപ്മെന്റ് ഉണ്ട്. അതും നമ്മൾ എന്ത് ചെയ്യും ഇന്നത്തെ വീഡിയോയില് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് എക്സാമ്പിൾസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, വീഡിയോ മുഴുവനായിട്ട് കാണാൻ വേണ്ടി ശ്രമിക്കുക. അതിന്റെ കൂടെ തന്നെ നമ്മുടെ കമ്മ്യൂണിറ്റിയുടെ ഒരു ഭാഗമാവാനും വേണ്ടി PYQs, MCQ ഡിസ്കഷൻസ്, കേട്ടുമായി ബന്ധപ്പെട്ടുള്ള അപ്ഡേഷൻസ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഡിസ്കഷൻ നടത്താനും വേണ്ടിയിട്ട് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുക്കുന്നതിന് താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഇത് സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റിന്റെ രണ്ടാമത്തെ സ്റ്റേജ് ആണ് ഇൻഫാൻസി എന്നുള്ളത്. ഫസ്റ്റ് സ്റ്റേജ് ആയിട്ടുള്ള പ്രിനാറ്റൽ സ്റ്റേജിന്റെ ഒരു വീഡിയോ ഞാൻ മുന്നേ ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾ കാണണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ പോവുക, കോഴ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ കാറ്ററ്റ് സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോഴ്സിന്റെ ഒരു പ്ലേലിസ്റ്റ് കാണാൻ വേണ്ടി സാധിക്കും. അതിൽ പോയി കഴിഞ്ഞാൽ അവിടെ സിസ്റ്റമാറ്റിക് ആയിട്ടാണ് ഞാൻ അവിടെ ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, സോ എനിവേ വി ആർ സ്റ്റാർട്ടിംഗ് ദ സെഷൻ. സോ എന്താണ് ഇൻഫാൻസി എന്നുള്ളത്? ഓക്കെ, ഈ ഒരു പിക്ചറിൽ തന്നെ എന്താണ് ഇൻഫാൻസി എന്താന്നുള്ളത് കൃത്യമായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു സ്റ്റേജ് ആണ് ഇൻഫാൻസി എന്നുള്ളത്. വിൽ എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ. സോ എന്താണ് ഇൻഫാൻസി? ഇൻഫാൻസി ഈസ് ദി ഏർലിയസ്റ്റ് സ്റ്റേജ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെന്റ് സ്പാനിങ് ഫ്രം ബർത്ത് ടു അപ്രോക്സിമേറ്റ്ലി 12 to 24 months. അല്ലെ, ഒരു കുട്ടിയുടെ ജനനം മുതൽ 12 മുതൽ 24 മാസം വരെയുള്ള, അഥവാ 0 to 2 years. ഓക്കെ, ജനിച്ച അന്ന് മുതൽ 2 വയസ്സ് വരെ ഉണ്ടാകുന്ന ആ ഒരു കാലഘട്ടം ഉണ്ടാവുമല്ലോ, ആ കാലഘട്ടത്തെ വിളിക്കുന്ന പേരാണ് ഈ പറയുന്ന ഇൻഫാൻസി എന്നുള്ളത്. ഓക്കെ, ഇതെന്താണ് ഹ്യൂമൻ ഡെവലപ്മെന്റിന്റെ ഏർലിയസ്റ്റ് സ്റ്റേജിൽ വരുന്ന വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് സ്റ്റേജ് ആണ് ഇൻഫാൻസി സ്റ്റേജ് എന്നുള്ളത്. ഓക്കെ, when a child begins to acquire language and more complex cognitive skills. Okay, ഈ ഒരു സ്റ്റേജിലാണ് ഒരു ചെറിയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കുട്ടിയുടെ കമ്മ്യൂണിക്കേഷന്റെ ഒരു ബിഗിനിങ് എന്ന് പറയുന്നത് ഈ ഇൻഫാൻസി സ്റ്റേജിലാണ്. അതുപോലെ തന്നെ ഒരുപാട് കോഗ്നിറ്റീവ്, അതായത് മെമ്മറി ഡെവലപ്മെന്റ് സംഭവിക്കുന്ന ഒരു ഏജും കൂടിയാണ് ഈ പറയുന്ന ഇൻഫാൻസി സ്റ്റേജ് എന്ന് പറയുന്ന 0 to 2 years എന്നുള്ളത്. ഓക്കെ, ദിസ് സ്റ്റേജ് ഈസ് ക്രൂഷ്യൽ ആസ് it lays the foundation for all the subsequent growth and learning. Okay, അപ്പോ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റിന്റെ ഇനി വരുന്ന എല്ലാ സ്റ്റേജിന്റെയും ഒരു ഫൗണ്ടേഷൻ ആയിട്ടാണ് ആര് വർക്ക് ചെയ്യുന്നത്, ഇൻഫാൻസി എന്ന് പറയുന്ന ഒരു സ്റ്റേജ് വർക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇതെന്താണ് വൺ ഓഫ് ദി മോസ്റ്റ് ഇമ്പോർട്ടന്റ് ഫൗണ്ടേഷൻ ആണ്, ഒരു തറക്കല്ലാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ഭാഗം വളരെ, ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ ഡെവലപ്മെന്റിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകം ഈ പറയുന്ന ഇൻഫാൻസി സ്റ്റേജിൽ ഉണ്ടാകുന്ന ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, ഇതാണ് അപ്പോ അതിന്റെ ഒരു ബേസിക് ഡെഫിനിഷനോ അല്ലെങ്കിൽ അതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്നുള്ള ആസ്പെക്റ്റില് നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്നുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇതിന്റെ ഓരോ ടൈപ്സ് ഓഫ് ഡെവലപ്മെന്റ്, ഇതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. അപ്പോ ഇൻഫാൻസി സ്റ്റേജിൽ കുട്ടികൾക്ക് ഉണ്ടാകുന്ന വളരെ പ്രധാനപ്പെട്ട 6 ഡെവലപ്മെന്റ് ഉണ്ട്. അതിൽ ഫസ്റ്റ് ഡെവലപ്മെന്റ് ആണ് മോട്ടോർ ഡെവലപ്മെന്റ്. അപ്പൊ നമുക്ക് എന്താണ് മോട്ടോർ ഡെവലപ്മെന്റ് നമുക്ക് നോക്കാം. മോട്ടോർ ഡെവലപ്മെന്റ് മീൻസ് ദ ഗ്രാജുവൽ ഇംപ്രൂവ്മെന്റ് ഇൻ എ ചൈൽഡ്സ് എബിലിറ്റി ടു കൺട്രോൾ ബോഡി മൂവ്മെന്റ്സ്. അല്ലെ, ഒരു കുട്ടിയുടെ ശരീരം, ബോഡി മൂവ്മെന്റ്സിന്റെ മുകളിൽ ഒരു കൺട്രോൾ ഡെവലപ്പ് ചെയ്യുന്നതിനെ വിളിക്കുന്ന പേരാണ് ഈ പറയുന്ന മോട്ടോർ ഡെവലപ്മെന്റ് എന്നുള്ളത്. ഓക്കെ, എ ന്യൂ ബോൺ കനോട്ട് കൺട്രോൾ ഇറ്റ്സ് മൂവ്മെന്റ് ബിക്കോസ് the brain and muscles are still developing. Instead, babies depend on natural reflexes. അല്ലെ, ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ആ ഒരു 0 to 2 years എന്ന് പറയുന്നത് ബ്രെയിനും മസിൽസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ്. അതുകൊണ്ട് തന്നെ ഈ മോട്ടോർ മൂവ്മെന്റ്സ്, അതായത് ഈ ബോഡി മൂവ്മെന്റ്സ് എന്ന് പറയുന്നത് ആ കുട്ടിയുടെ കൺട്രോൾ വരുന്ന ഒരു കാര്യമല്ല. ഓക്കെ, ഈ ഒരു സിറ്റുവേഷനിൽ അല്ലെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ കുട്ടി കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താണ്, നാച്ചുറൽ റിഫ്ലക്സസിലാണ് കുട്ടി കൂടുതലും ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. എന്താണ് നാച്ചുറൽ റിഫ്ലക്സ് എന്നൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും നെക്സ്റ്റ് സ്ലൈഡിൽ കേട്ടോ. ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. ഓക്കെ, വിച്ച് ആർ ഓട്ടോമാറ്റിക് റെസ്പോൺസ് ദേ ആർ ബോൺ വിത്ത്. ഓക്കെ, കുട്ടി ജനിക്കുന്നതിന്റെ കൂടെ തന്നെ അവർക്ക് കിട്ടുന്ന ഒരു ബോഡി മൂവ്മെന്റ്സ് ഉണ്ട്, ഓട്ടോമാറ്റിക് റെസ്പോൺസസ് ഉണ്ട്. അതിനെ വിളിക്കുന്ന പേരാണ് ഈ പറയുന്ന
നാച്ചുറൽ റിഫ്ലക്സസ് എന്ന് പറയുന്നത്. കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് അതിനെ നോക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് സ്ലൈഡ് ഞാൻ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ, ഫോർ എക്സാമ്പിൾ, എ ബേബി ഓട്ടോമാറ്റിക്കലി സക്സ് വെൻ ഫീഡിങ്, അല്ലെ? പാല് കൊടുക്കുന്ന സമയത്ത് ഒരു കുട്ടി എന്താണ് ഓട്ടോമാറ്റിക് ആയിട്ട് സക്ക് ചെയ്യാണ്. അതെന്താണ്? നാച്ചുറൽ ആയിട്ട് കുട്ടിക്ക് കിട്ടുന്ന റിഫ്ലക്സ് ആണ്. ഓക്കെ, അത് പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ കുട്ടി ജനിക്കുന്ന സമയത്ത് തന്നെ ആ കുട്ടി കിട്ടുന്ന റിഫ്ലക്സ് ആണത്. ഓക്കെ, ബ്ലിങ്ക്സ് വെൻ സംതിങ് കംസ് ക്ലോസ് ടു ദ ഐസ്, അല്ലെ? കണ്ടിന്റെ അടുത്ത് വരുന്ന സമയത്ത് എന്ത് ചെയ്യുക? നമ്മൾ ബ്ലിങ്ക് ചെയ്യുക. അതെന്താണ്? നാച്ചുറൽ റിഫ്ലക്സ് ആണ്. കഫ് ടു ക്ലിയർ ദ ത്രോട്ട്, അല്ലെ? നമ്മുടെ ഈ ത്രോട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ചുമക്കുക. ഓക്കെ, ഇങ്ങനെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റിഫ്ലക്സസ് എന്താണ്? ഇതിനെ വിളിക്കുന്ന പേരാണ് നാച്ചുറൽ റിഫ്ലക്സസ് എന്നുള്ളത്. ഓക്കെ, അപ്പൊ എന്താണ് മോട്ടോർ ഡെവലപ്മെന്റ്? ഒരു കുട്ടിയുടെ ബോഡി മൂവ്മെന്റ്സിന്റെ മുകളിലുള്ള കൺട്രോൾ ഡെവലപ്പ് ചെയ്യുന്നതിന് വിളിക്കുന്ന പേരാണ് മോട്ടോർ ഡെവലപ്മെന്റ് എന്നുള്ളത്. ഓക്കെ, സോ നമുക്കിനി എന്താണ് വളരെ പ്രധാനപ്പെട്ട കുറച്ച് മേജർ റിഫ്ലക്സസ് നമുക്ക് നോക്കാം. അതിലെ ഫസ്റ്റ് റൂട്ടിംഗ് ആണ്. എന്താണ് റൂട്ടിംഗ്? ടേണിംഗ് ദ ഹെഡ് ആൻഡ് ഓപ്പണിംഗ് ദ മൗത്ത് വെൻ ടച്ച്ഡ് ഓൺ ദി ചീക്ക്. ഒരു കുട്ടിയുടെ ചീക്ക് നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് എന്താണ്? കുട്ടി നമ്മൾ നോക്കിയിട്ട് വായി തുറക്കും. കാരണം എന്താണ്? ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടി എക്സ്പെക്ട് ചെയ്യുന്നത് എന്താണ്? വിചാരിക്കുന്നത് എന്താണ്? എനിക്ക് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വ്യക്തി വന്നിട്ടുള്ളത് എന്നുള്ള ഒരു ചിന്താഗതിയിലാണ് ആ കുട്ടി തൊട്ടപ്പാടനെ നമ്മൾ നോക്കിയിട്ട് മൗത്ത് ഓപ്പൺ ചെയ്യുന്നത്. നാച്ചുറൽ റിഫ്ലക്സ് ആണ്. ഓക്കെ, അതിനെ വിളിക്കുന്ന പേരാണത് റൂട്ടിംഗ് എന്നുള്ളത്. മോറോ എന്ന് പറയുമ്പോൾ എന്താണ്? ഇഫ് ദർ ഈസ് എ ലൗഡ് നോയ്സ് ദ ബേബി വിൽ ത്രൂ ഹിസ് ഓർ ഹെർ ആംസ് ഔട്ട്വാർഡ്സ് വൈൽ ആർക്കിംഗ് her or his back and then bring the arms together as if grasping something, അല്ലെ? എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മോറോ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സൗണ്ട് പെട്ടെന്ന് കേട്ട് കഴിഞ്ഞാലോ അല്ലെങ്കിൽ എന്താണ് കുട്ടിക്ക് പെട്ടെന്നൊരു സേഫ്റ്റിനെസ്, ഒരു സേഫ്റ്റി ഇല്ലാത്തൊരു ഫീൽ വന്നു കഴിഞ്ഞാൽ കുട്ടി എന്ത് ചെയ്യും? കൈ ഇങ്ങനെ ഓപ്പൺ ആക്കി വെക്കും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. കുട്ടി നമ്മൾ പെട്ടെന്ന് കൈമന്ന് ഇങ്ങനെ പെട്ടെന്ന് നമ്മൾ വിടുന്ന സമയത്ത് കുട്ടി കൈ പെട്ടെന്ന് ഇങ്ങനെ എന്ത് ചെയ്യും? ബാക്കോട്ടേക്ക് റിഫ്ലക്സ് ആ ഒരു രീതിയിൽ എന്ത് ചെയ്യും? കൈ മൂവ്മെന്റ് നടക്കും എന്നുള്ളതാണ്. ഓക്കെ, അതിനുശേഷം എന്താണ്? കുട്ടി കൈ നേരെ തിരിച്ച് ഈ ഒരു സിറ്റുവേഷനിലോട്ട് കൊണ്ടുവരും. ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്? മോറോ എന്നുള്ളത്. ഓക്കെ, പിന്നെ ഗ്രാസ്പ് എന്നുള്ളത് എന്താണ്? വെൻ എ ഫിംഗർ ഓർ സം അതർ ഒബ്ജക്ട് ഈസ് പ്രസ്ഡ് അഗൈൻസ്റ്റ് ദ ബോഡി പാം ദ ബോഡി ഫിംഗേഴ്സ് ക്ലോസ് അറൌണ്ട് ഇറ്റ്, അല്ലെ? എന്തെങ്കിലും ഒരു സാധനം കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി എന്ത് ചെയ്യും? ഇപ്പൊ ഞാൻ എന്റെ കൈ വിരൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി എന്ത് ചെയ്യും? അത് സ്ട്രോങ് ആയിട്ട് ഹോൾഡ് ചെയ്യും. ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഗ്രാസ്പ് എന്നുള്ളത്. ഇതെന്താണ്? ഇതൊരു ടൈപ്പ് ഓഫ് റിഫ്ലക്സ് ആണ്. ഓക്കെ, പിന്നെ വരുന്നതാണെന്ത്? ബാബിൻസ്കി എന്ന് പറയും. ഓക്കെ, വെൻ ദ ബോട്ടം ഓഫ് ദി ബേബീസ് ഫുട്ട് ഈസ് സ്ട്രോക്ക് ദ ടോസ് ഫാൻ ഔട്ട് ആൻഡ് ദെൻ കേൾ, അല്ലെ? കുട്ടിയുടെ കാലിന്റെ അടിയിൽ നമ്മൾ എന്താണ്? ബോട്ടം, കാലിന്റെ ബേബി ഫുട്ടിന്റെ ബോട്ടത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? സ്ട്രോക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ടോസ് എന്ത് ചെയ്യും? കുട്ടികളുടെ കാലിന്റെ വിരൽ ശ്രദ്ധിച്ചാൽ മതി, അതിങ്ങനെ ഇതുപോലെ എക്സ്പാൻഡ് ചെയ്ത് വെക്കും. ഓക്കെ, ആ ടച്ച് അവിടെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിനുശേഷം എന്താണ്? അതിങ്ങനെ പതിയെ ക്ലോസ് ചെയ്ത് വെക്കും. ഫൈൻ, ഇതിനെ വിളിക്കുന്ന പേരാണെന്ത്? ബബിൻസ്കി എന്നുള്ളത്. ഓക്കെ, ജസ്റ്റ് നിങ്ങളത് മനസ്സിലാക്കി വെക്കുക കേട്ടോ. റിഫ്ലക്സ് പറഞ്ഞൊരു ഭാഗത്ത് ഈ ഒരു കാര്യം കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കുക. ഇതാണ് റിഫ്ലക്സ് എന്നുള്ള ആ ഒരു വേർഡിന്റെ ഒരു എക്സാക്ട് മീനിങ് ഈ പറയപ്പെടുന്ന കാര്യങ്ങളിലൂടെയൊക്കെയാണ്. ഓക്കെ, സോ ഇതാണെന്ത്? ഫസ്റ്റ് ഡെവലപ്മെന്റ് വരുന്നത് എന്താണ്? മോട്ടോർ ഡെവലപ്മെന്റ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണെന്ത്? ഫിസിക്കൽ ഗ്രോത്ത് അല്ലെങ്കിൽ ഫിസിക്കൽ ഡെവലപ്മെന്റ് എന്നുള്ള പേര് നമുക്ക് ഇതിനെ പറയാം. ആ രീതിയിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. ഡ്യൂറിങ് ഇൻഫാൻസി റാപ്പിഡ് ഫിസിക്കൽ ഗ്രോത്ത് ഒക്കേഴ്സ്. ഓക്കെ, ഇൻഫാൻസി സ്റ്റേജിലാണ് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വളരെയധികം റാപ്പിഡ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ഗ്രോത്ത് സംഭവിക്കുന്നത്. നമുക്ക് എങ്ങനെയാ നോക്കാം. ന്യൂ ബോൺസ് ടിപ്പിക്കലി വെയിറ്റ് അബൌട്ട് 3.4 kg. ഒരു ജനിക്കുന്ന കുട്ടിയുടെ ഒരു ആവറേജ് വെയിറ്റ് ആട്ടോ. ആവറേജ് വെയിറ്റ് എന്ന് പറയുന്നത് 3.4 kg ആണ്. ആൻഡ് മെഷർ അബൌട്ട് 51 സെന്റിമീറ്റർ. അപ്പൊ 3.4 kg അതിന്റെ കൂടെ എന്താണ്? 51 സെന്റിമീറ്റർ നീളമാണ് ജനിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുക അറ്റ് ബർത്ത് ടൈം കേട്ടോ. ഡബിളിംഗ് ദെയർ വെയിറ്റ് ബൈ 6 months ആൻഡ് ട്രിപ്പിളിംഗ് ഇറ്റ് ബൈ ദി ഫസ്റ്റ് ഇയർ, അല്ലെ? ആദ്യത്തെ 6 മാസം കൊണ്ട് എന്താവും? അത് നേരെ ഡബിൾ ആകും. ഓക്കെ, 3.4 എന്നുള്ളത് എന്താവും? അവിടെ 6.8 ആവും. ഫൈൻ, 51 സെന്റിമീറ്റർ എന്നുള്ളത് എന്താവും? നേരെ അത് 100 ആവും. ഓക്കെ, അതിനുശേഷം അത് ആദ്യത്തെ 6 മാസമാണ്. പിന്നെ ഒരു വർഷം തികയുമ്പോഴത്തേക്ക് എന്താവും? അത് ട്രിപ്പിൾ ആവും എന്നുള്ളതാണ്. ഓക്കെ, അതാണ് ഫിസിക്കൽ ഗ്രോത്ത്. അതായത് ഈ ഒരു ഇൻഫാൻസി സ്റ്റേജിലെ വളരെയധികം സ്പീഡ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ഗ്രോത്ത് കുട്ടിയുടെ ഈ ബോഡിയിൽ സംഭവിക്കുന്നുണ്ട്. അതിന്റെ കൃത്യമായിട്ടുള്ള ന്യൂമറിക് ടേംസുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് എന്ത്? കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. എന്താണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് നമുക്ക് നോക്കാം. ഓക്കെ, കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് റെഫേഴ്സ് ടു ദി ഡെവലപ്മെന്റ് ഓഫ് മെന്റൽ എബിലിറ്റീസ് സച്ച് ആസ് ലേണിംഗ്, തിങ്കിങ്, റിമെമ്പറിംഗ്, റീസണിംഗ്, പ്രോബ്ലം സോൾവിംഗ് ആൻഡ് അണ്ടർസ്റ്റാൻഡിങ് ദി എൻവിറോൺമെന്റ്, അല്ലെ? ആ കുട്ടിയുടെ ചുറ്റുമുള്ള കാര്യങ്ങളെ പറ്റി എന്താണ്? ലേൺ ചെയ്യാനുള്ള എബിലിറ്റി, തിങ്ക് ചെയ്യാനുള്ള എബിലിറ്റി, അത് റിമെമ്പർ ചെയ്യാനുള്ള എബിലിറ്റി, റീസണിങ്, പ്രോബ്ലം സോൾവിങ്, അങ്ങനെ
ഒരു മെന്റൽ പ്രോസസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വളരെയധികം ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ് ഈ പറയുന്ന ഇൻഫാൻസി സ്റ്റേജ് എന്നുള്ളത്. ഓക്കെ, ഇൻഫാൻസി ഈസ് എ ക്രിട്ടിക്കൽ പീരീഡ് ഫോർ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ബിക്കോസ് the brain grows rapidly during the first 2 years of life. അല്ലെ, ആദ്യത്തെ 2 വർഷം നേരത്തെ ഫിസിക്കലിൽ പറഞ്ഞതുപോലെ തന്നെ കോഗ്നിറ്റീവിൽ എന്താണ് വളരെ റാപ്പിഡ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്റ്റേജ് ആണ്. ഓക്കെ, ഡ്യൂറിങ് ദിസ് സ്റ്റേജ് ഇൻഫാൻസ് ലേൺ മെയിൻലി ബൈ ഒബ്സർവിങ്, എക്സ്പ്ലോറിങ് ആൻഡ് ഇന്ററാക്ടിങ് വിത്ത് പീപ്പിൾ ആൻഡ് ഓബ്ജക്ട് അറൌണ്ട് ദം. അല്ലെ, ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു സ്പെസിഫിക് ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ 0 to 2 years അല്ലെങ്കിൽ ഇൻഫാൻസി സ്റ്റേജിൽ കുട്ടികൾ എന്താണ് കൂടുതലും കാര്യങ്ങൾ എങ്ങനെയാണ് പഠിക്കുന്നത്? ഒബ്സർവ് ചെയ്തുകൊണ്ട്. അല്ലെ, ആ കുട്ടിയുടെ ചുറ്റുമുള്ള ആളുകൾ, അവരുടെ പേരൻസ്, ആ കുട്ടിയുടെ പേരൻസ്, അവരൊക്കെ എന്താ ചെയ്യുന്നത് അത് കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യും, അതിനെ എക്സ്പ്ലോർ ചെയ്യും. അതുപോലെ തന്നെ ഈ എൻവിറോൺമെന്റുമായിട്ട് അല്ലെങ്കിൽ ഒബ്ജക്റ്റുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നതിലൂടെയാണ് ആ കുട്ടി എന്ത് ചെയ്യുന്നത്, ഈ പറയപ്പെടുന്ന കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഈ ഇൻഫാൻസി സ്റ്റേജിൽ എന്ത് ചെയ്യുന്നത്, അവിടെ എൻഹാൻസ് ചെയ്യുന്നത്. ഓക്കെ, ഇതാണ് അതിന്റെ ബേസിക് ഡെഫിനിഷന്റെ ഭാഗത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. കൃത്യമായിട്ടുള്ള കുറച്ച് ഈ മൈൽ സ്റ്റോൺസുകൾ നമ്മൾ ഈ ഒരു ഭാഗത്ത് കൃത്യമായിട്ട് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ ഉണ്ടാകുന്ന ഡെവലപ്മെന്റ്സ് എന്തൊക്കെയാ നമുക്ക് നോക്കാം. 0 to 3 months എന്തൊക്കെയാ സംഭവിക്കുന്നത്? റെക്കഗ്നൈസ് ദി കെയർ ഗിവേഴ്സ് വോയിസ് ആൻഡ് ഫേസ്, റെസ്പോണ്ട് ടു ഫെമിലിയർ സൗണ്ട്സ് ആൻഡ് ഫോളോ മൂവിംഗ് ഒബ്ജക്ട് വിത്ത് ഐസ്. അല്ലെ, അതായത് കെയർ ഗിവർ എന്ന് പറയുമ്പോൾ ഡെഫിനറ്റ്ലി എന്താണ് മദർ ആയിരിക്കും. അല്ലെ, മദറിന്റെ വോയിസ് അതുപോലെ തന്നെ മദറിന്റെ ഫേസ് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അതുപോലെ തന്നെ ഫെമിലിയർ ആയിട്ടുള്ള സൗണ്ട്സിന് റെസ്പോണ്ട് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യും. അതുപോലെ തന്നെ ഈ ചലിക്കുന്ന ഒബ്ജക്റ്റുകളെ കൃത്യമായിട്ട് എന്താണ് അത് നോക്കിക്കൊണ്ട് എന്താണ് ആ ചലനത്തെ കൃത്യമായിട്ട് എന്ത് ചെയ്യും, ആ കുട്ടി ഒബ്സർവ് ചെയ്യുന്നുള്ളതാണ്. ഇതാണ് 0 to 3 months ഉണ്ടാകുന്ന കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്. ഓക്കെ, ഇനി 4 to 6 months ഉണ്ടാകുന്ന എന്തൊക്കെ നമുക്ക് നോക്കാം. ബിക്കംസ് ക്യൂരിയസ് അബൌട്ട് ദി സറൗണ്ടിങ്സ് ആൻഡ് എക്സ്പ്ലോർസ് ഒബ്ജക്ട് ബൈ ലുക്കിംഗ്, ടച്ചിങ് ആൻഡ് പുട്ടിംഗ് ദം ഇൻ ദ മൗത്ത്. അല്ലെ, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ എങ്ങനെയാണ് ആ ഒരു ഒബ്ജക്റ്റിനെ പറ്റി പഠിക്കുന്നത്, അത് വായിലിടുന്നതിലൂടെയാണ്. ഓക്കെ, അപ്പോ ഇതൊരു തരം എന്താണ്, ആ കുട്ടി മെമ്മറൈസ് ചെയ്യാണ് ആ ഒരു ഒബ്ജക്റ്റിനെ പറ്റിയിട്ട്. ഫൈൻ, അപ്പോ അത് നോക്കി, അതിനെ ടച്ച് ചെയ്തു, അത് വായിലിട്ട് നോക്കി, അങ്ങനെയാണ് എന്ത് ചെയ്തത് ആ കുട്ടിയുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ഈ ഒരു 4 to 6 months ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ വരുന്നതാണ് എന്ത് 7 to 9 months എന്നുള്ളത്. ഓക്കെ, ബിഗിൻസ് ടു അണ്ടർസ്റ്റാൻഡ് സിമ്പിൾ കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് സച്ച് ആസ് റിയലൈസിംഗ് ദാറ്റ് ഷേക്കിംഗ് എ റാറ്റിൽ പ്രൊഡ്യൂസ് എ സൗണ്ട്. ഓക്കെ, ഈ കുട്ടികൾക്ക് ഒരു കളിപ്പാട്ടുണ്ടാവും അല്ലെ, ഇങ്ങനെ 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 ആക്കുന്ന സമയത്ത് 2 സൈഡിലും ഇങ്ങനെ മാറി മാറി അടിക്കുന്നത്. ഓക്കെ, ഇതെന്താണ് ഒരു കോസ് ആൻഡ് എഫക്ട്. അല്ലെ, അതായത് നമ്മൾ ഇങ്ങനെ തിരിക്കുമ്പോൾ അത് സൗണ്ട് ആക്കും. അതെന്താണ് ഒരു കോസ് ആൻഡ് എഫക്ട് ആണ്. അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ് ഈ കോസ് ആൻഡ് എഫക്ട് എന്ന് പറയുന്നത്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് റെസ്പോണ്ട് ചെയ്യും എന്ന് മനസ്സിലാക്കുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് ആണ്. അപ്പോ 7 to 9 months കുട്ടികൾക്ക് എന്ത് ചെയ്യുന്നത് ഈ കോസ് ആൻഡ് എഫക്ട് റിലേഷൻഷിപ്പ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ 10 to 12 months എന്താ സംഭവിക്കുന്നത്? ഡെവലപ്സ് ഒബ്ജക്ട് പെർമനൻസ്, ദ അണ്ടർസ്റ്റാൻഡിംഗ് ദാറ്റ് ഒബ്ജക്ട്സ് കണ്ടിന്യൂസ് ടു എക്സിസ്റ്റ് വെൻ ദേ ആർ ഔട്ട് ഓഫ് സൈറ്റ്. അല്ലെ, അതായത് ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ കുട്ടിയുടെ മുന്നിൽ ഒരു ഡോൾ ഉണ്ട്, അത് കാണാതിരിക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ഡോള് എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളൊരു സിറ്റുവേഷനിലായിരിക്കും ഈ പറയപ്പെടുന്ന വളരെ ചെറിയ കുട്ടികളുണ്ടാവും. പക്ഷെ ഒരു 10 മുതൽ 12 മാസം ആകുമ്പോഴത്തേക്ക് കുട്ടിക്ക് മനസ്സിലാവും എന്റെ കണ്ണിൽ കണ്ടിട്ടില്ലെങ്കിൽ പോലും ആ ഡോള് ഈ റൂമിൽ എവിടെയോ ഉണ്ട് എന്നുള്ള റിയാലിറ്റി. ആദ്യം എന്താ ചിന്തിക്കുന്നത്? എന്റെ കൺമുന്നിലുള്ളത് മാത്രമാണ് ഈ ലോകത്തുള്ളത്, അല്ലെങ്കിൽ എനിക്ക് കാണാൻ പറ്റുന്നത് മാത്രമാണ് ഇവിടെ ഒബ്ജക്റ്റ് ആയിട്ടുള്ളത്, മറ്റുള്ളതൊക്കെ എന്താണ് അങ്ങനെ ഒരു സംഭവം ഇല്ല എന്നുള്ള ഒരു ആസ്പെക്ട് ആയിരിക്കും. പക്ഷെ ഒരു 10 to 12 months ആവുമ്പോൾ എന്താണ് ഈ ഒരു പ്രൊഡക്റ്റ് എന്റെ കണ്ണിൽ കണ്ടിട്ടില്ലെങ്കിൽ പോലും, ഒബ്ജക്റ്റ് എന്റെ കണ്ണിന്റെ മുന്നിൽ ഇല്ലെങ്കിൽ പോലും അത് ഈ റൂമിൽ എവിടെയോ ഉണ്ട് എന്നുള്ള ഒരു ഡെവലപ്മെന്റ്, ഒരു മാനസികപരമായിട്ടുള്ള ഒരു എൻഹാൻസ്മെന്റ് ഉണ്ടാകുന്നത് 10 to 12 months ഓക്കെ, ഇനി 12 to 24 months എന്തൊക്കെയാ സംഭവിക്കുന്നത്? സോൾവ്സ് സിമ്പിൾ പ്രോബ്ലംസ് ത്രൂ ട്രയൽ ആൻഡ് എറർ, ഇമിറ്റേറ്റ്സ് ദി ആക്ഷൻ ഓഫ് അതേഴ്സ്, ഫോളോ സിമ്പിൾ ഇൻസ്ട്രക്ഷൻസ് ആൻഡ് ബിഗിൻ പ്രിറ്റൻഡ് ടു ഇമാജിനേറ്റീവ് പ്ലേ. ഓക്കെ, ഈ പറയപ്പെടുന്ന ട്രയൽ ആൻഡ് എറർ ഉണ്ടല്ലോ. ഇപ്പൊ ചെറിയ കുട്ടികൾക്ക് നമ്മൾ ബ്ലോക്സുകളൊക്കെ ഇട്ടുകൊടുത്ത് അത് തെറ്റിത്തിരുത്തി അതൊന്ന് വീണ്ടും പഠിച്ച് അങ്ങനെ അവിടെ ട്രയൽ ആൻഡ് എറർ എന്ന് പറയുന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഡെവലപ്മെന്റ് അവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. അതുപോലെ തന്നെ ഇമേജിനേറ്റീവ്. അല്ലെ, ചെറിയ പെൺകുട്ടികളൊക്കെ ഭയങ്കര രസമാണ്, ടീച്ചറും കുട്ടിയും അല്ലെ, അങ്ങനെയൊക്കെ ഇമേജ് അവരൊരു മിററിന് മുമ്പിൽ നിന്നിട്ട് ഒരു ഇമാജിനേഷൻ, അത് ഭയങ്കരമായിട്ടുള്ള ഒരു കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അല്ലെ. കാരണം ആ കുട്ടിയുടേതായ ഒരു ലോകം അവിടെ ഡെവലപ്പ് ചെയ്യാണ്. അതിലൂടെ ആ കുട്ടി ഒരു റോള് വായിച്ചുകൊണ്ട് മുന്നിൽ ആരൊക്കെയുണ്ട് എന്നുള്ളൊക്കെ ആ ഒരു റോൾ പ്ലേ ഒക്കെ സെറ്റ് ചെയ്തുകൊണ്ട് എന്താണ് അവരുടേതായ ഒരു ലോകത്ത് ഈ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ് അവിടെ ഇംപ്രൂവ് ചെയ്യുകയാണെന്നതാണ്. ഓക്കെ, ഇതാണ് കോഗ്നിറ്റീവ് ഡെവലപ്മെന്റിൽ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഡെവലപ്മെന്റ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് വരുന്നതാണ് ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആണ്. ഓക്കെ,
ലാംഗ്വേജ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ത്രൂ വിച്ച് ഇൻഫൻസ് ലേൺ ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് യൂസ് ലാംഗ്വേജ് ഫോർ കമ്മ്യൂണിക്കേഷൻ. അല്ലെ, ഒരു കമ്മ്യൂണിക്കേഷൻ നടത്താനും വേണ്ടിയിട്ട് എന്താണ് വളരെ പ്രധാനമായിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് ആണ് ലാംഗ്വേജ് ഡെവലപ്മെന്റ്. അത് ഇൻഫാൻസി സ്റ്റേജിൽ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ട് നടക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ഓക്കെ, ഇറ്റ് ബിഗിൻസ് അറ്റ് ബർത്ത് ലോങ് ബിഫോർ എ ചൈൽഡ് സ്പീക്സ് ദി ഫസ്റ്റ് മീനിങ്ഫുൾ വേർഡ്. ഓക്കെ, ഡ്യൂറിംഗ് ഇൻഫാൻസി ബേബീസ് ലിസൺ ടു സൗണ്ട്സ്, rhythm and tone of speech, gradually learning to understand words and communicate their needs. Okay, ചെറുപ്പ ആ ഒരു ഇൻഫന്റ് സ്റ്റേജിൽ എന്താണ് കുട്ടി എന്താണ് ഈ പറയപ്പെടുന്ന സൗണ്ടുകൾ, റിതം, ടോൺ ഓഫ് സ്പീച്ച്, ഓക്കെ, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അവർ പഠിക്കുന്നുണ്ട്, മനസ്സിലാക്കുന്നുണ്ട്. എന്നിട്ട് എന്താണ് അത് കൃത്യമായിട്ട് ഓർമ്മിച്ച് വെച്ചുകൊണ്ടാണ് പിന്നെ അവർ എന്ത് ചെയ്യാൻ അവര് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് ട്രൈ ചെയ്യുന്നത് ഇതിലൂടെയൊക്കെയാണ്. ഓക്കെ, ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഇൻക്ലൂഡ്സ് ബോത്ത് റിസെപ്റ്റീവ് ലാംഗ്വേജ് ആൻഡ് എക്സ്പ്രസീവ് ലാംഗ്വേജ്. എന്താണ് റിസെപ്റ്റീവ് ലാംഗ്വേജ്? അണ്ടർസ്റ്റാൻഡിങ് വാട്ട് അതേഴ്സ് സേ യൂസിങ്, പിന്നെ എക്സ്പ്രസീവ് എന്താണ്? യൂസിങ് സൗണ്ട്സ്, വേർഡ്സ് ആൻഡ് ഗെസ്റ്റേഴ്സ് ടു കമ്മ്യൂണിക്കേറ്റ്. ഓക്കെ, അപ്പൊ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത് രണ്ട് തരത്തിലൂടെയാണ്. ഒന്നെന്താണ് മറ്റുള്ളവർ പറയുന്ന എന്താണെന്ന് കൃത്യമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെയും ചെയ്യുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ സൗണ്ട്, വേർഡ്സ്, ഗസ്റ്റേഴ്സ് ഇതൊക്കെ യൂസ് ചെയ്തുകൊണ്ട് ഇങ്ങനെ രണ്ട് തരത്തിലാണ് എന്ത് ചെയ്യുന്നത് കുട്ടികള് ഇൻഫാൻസി സ്റ്റേജില് ലാംഗ്വേജ് ഡെവലപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇനി വളരെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റേജസ് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. 0 to 3 months എന്താണ്? കമ്മ്യൂണിക്കേറ്റ്സ് മെയിൻലി ബൈ ക്രൈയിങ് ടു എക്സ്പ്രസ് ഡിഫറെന്റ് നീഡ്സ് ആൻഡ് ബിഗിൻ മേക്കിംഗ് സോഫ്റ്റ് കൂയിങ് സൗണ്ട്. അല്ലെ, 0 to 3 months എന്ന് പറയുമ്പോൾ എന്താണ്? വെറും കരച്ചിൽ മാത്രമാണ്. എന്തെങ്കിലും ഒരു കാര്യം നേടിയെടുക്കാൻ വേണ്ടി കുട്ടികൾ എന്ത് ചെയ്യുക, അവിടെ വളരെ അധികം ശബ്ദത്തിൽ എന്ത് ചെയ്യും, കുട്ടികൾ കരയും. ഓക്കെ, അതുപോലെ തന്നെ ഈ ചെറിയ ഈ കുട്ടികൾ ഉണ്ടാക്കുന്ന ഒരു സൗണ്ട് ഉണ്ട്, ഓക്കെ, കൂയിങ് സൗണ്ട്, അതും എന്ത് ചെയ്യുന്നത് ഈ 0 to 3 months അവർ ഡെവലപ്പ് ചെയ്യുന്നത്. 4 to 6 months എന്താണ്? സ്റ്റാർട്ട്സ് ബാബ്ലിംഗ് വിത്ത് റിപ്പീറ്റേറ്റീവ് സൗണ്ട്സ് സച്ച് ആസ് ബബ, ഡാഡ, മാമ. ഓക്കെ, ഓൾ ദീസ് സൗണ്ട്സ് ഡു നോട്ട് ഹാവ് യെറ്റ് എനി മീനിങ്. അല്ലെ, ഈ 4 to 6 months ഈ ചെറിയ ചെറിയ വാക്കുകൾ റൈമിങ് പോലത്തെയാണ്. ബാബ, ഡാഡ, മാമ. ഓക്കെ, നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ അമ്മ, അല്ലെ, അങ്ങനെ ഉമ്മ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ആ ഒരു വളരെ സിമ്പിൾ ആയിട്ടുള്ള അവർക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന അവർ ഡെയിലി കേൾക്കുന്ന കുറച്ച് വേർഡ്സുകൾ പതിയെ പതിയെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യും. 7 to 9 months ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്? റെസ്പോണ്ട് ടു ദെയർ ഓൺ നെയിം, റെക്കഗ്നൈസ് ഫെമിലിയർ വോയിസസ് ആൻഡ് അണ്ടർസ്റ്റാൻഡ് സിമ്പിൾ വേർഡ്സ് സച്ച് ആസ് നോ ഓർ ബൈ. അല്ലെ, ഒരു 7 to 9 മാസം എന്താണ് അവരെ പേര് വിളിച്ചു കഴിഞ്ഞാല് കുട്ടി പെട്ടെന്ന് തിരിഞ്ഞു നോക്കും. അതായത് അവരുടെ സ്വന്തം പേര് റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നത് 7 to 9 months അതിനുശേഷം എന്താണ് ഫെമിലിയർ ആയിട്ടുള്ള എല്ലാ വോയിസുകളും കുട്ടിക്ക് ആ ഒരു വീടിന്റെ ഉള്ളിൽ നടക്കുന്ന പിന്നെ ആ കുട്ടിയുടെ പിന്നെ ബ്രദറോ സിസ്റ്ററോ അമ്മ അച്ഛൻ അങ്ങനെ അവർ ആ കുട്ടിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഫെമിലിയർ ആയിട്ടുള്ള വോയിസുകളും റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യും. അതിന്റെ കൂടെ തന്നെ ചെറിയ ചെറിയ സിമ്പിൾ വേർഡ്സുകൾ നോ, ബൈ, ഹലോ പോലുള്ള വേർഡ്സുകളൊക്കെ കുട്ടി കൃത്യമായിട്ട് മെമ്മറൈസ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യും. 10 to 12 months സംഭവിക്കുന്നത് എന്താണ്? ഫസ്റ്റ് മീനിങ് ഫുൾ വേർഡ്സ് സച്ച് ആസ് മാമ, ഡാഡ, ബൈ, യൂസ് ഗസ്റ്റേഴ്സ് ലൈക്ക് വേവിംഗ് ഓർ പോയിന്റ് ടു കമ്മ്യൂണിക്കേറ്റ്. ഓക്കെ, 10 മുതൽ 12 മാസം ആകുമ്പോഴത്തേക്ക് ശരിക്കും മീനിങ് ഫുൾ ആയിട്ടുള്ള മാമ, ഡാഡ, ബൈ പോലുള്ള വേർഡ്സുകൾ യൂസ് ചെയ്യാൻ തുടങ്ങും. അതുപോലെ തന്നെ ഈ ടാറ്റൊക്കെ പറയാൻ വേണ്ടി തുടങ്ങുന്നത് 10 to 12 months 12 to 24 months എന്താണ്? പിന്നെ അവിടെ വൊക്കാബുലറി വളരെ സ്പീഡായിട്ട് ഡെവലപ്പ് ചെയ്യും. ഒരുപാട് വേർഡ്സുകൾ, മെനി മോർ വേർഡ്സുകൾ ഡെവലപ്പ് ചെയ്യും. അതുപോലെ തന്നെ സിമ്പിൾ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ ഫോളോ ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ എന്താണ്? 2 വേർഡ്സുകൾ കമ്പൈൻ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, മോർ മിൽക്ക് 2 വേർഡ്സുകളാണ്, അത് കമ്പൈൻ ചെയ്തിട്ട് ഒരു മീനിങ് ഫുൾ വേർഡിലോട്ട് ട്രാൻസിറ്റ് ചെയ്യാനുള്ള ഒരു ഡെവലപ്മെന്റ് ഈ ഒരു ഭാഗത്ത് സംഭവിക്കുന്നുണ്ട്. കം ഹിയർ. ഓക്കെ, അങ്ങനെ കുറച്ച് വേർഡ്സുകൾ. ഫൈൻ, ഇതാണ് എന്ത് ലാംഗ്വേജ് ഡെവലപ്മെന്റിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഡെവലപ്മെന്റ്സ്. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് എന്താണ്? സോഷ്യൽ ഡെവലപ്മെന്റ്സ് ആണ്. സോ എന്താണ് സോഷ്യൽ ഡെവലപ്മെന്റ് നമുക്ക് നോക്കാം. സോഷ്യൽ ഡെവലപ്മെന്റ് ഈസ് ദി പ്രോസസ് ത്രൂ വിച്ച് ഇൻഫാൻസ് ലേൺ ടു ഇന്ററാക്ട് വിത്ത് അതർ പീപ്പിൾ. റൈറ്റ്, സോഷ്യൽ എന്ന് പറയുമ്പോൾ സാമൂഹികപരമായിട്ട് ആ കുട്ടി ഡെവലപ്പ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെന്റ് സ്റ്റേജ് ആണ് ഈ പറയുന്ന സോഷ്യൽ ഡെവലപ്മെന്റ്. ഇൻഫാൻസ് സ്റ്റേജിലെ വളരെ അധികം റോൾ ഉള്ള ഒരു ഭാഗമാണ്. ഓക്കെ, ബിൽഡ് റിലേഷൻഷിപ്പ്. ഓക്കെ, മറ്റുള്ള ആളുകളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാനും അതുപോലെ തന്നെ ബന്ധങ്ങൾ ബിൽഡ് ചെയ്യാനും അതുപോലെ തന്നെ എക്സ്പ്രസ് ദെയർ ഇമോഷൻസ്, അവരുടെ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനും വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് ഈ പറയുന്ന സോഷ്യൽ ഡെവലപ്മെന്റ് എന്നുള്ളത്. It begins soon after birth as babies respond to caregivers and gradually learn social behaviors through daily interaction. Okay, ജനിക്കുന്ന അന്ന് മുതൽ തന്നെ കുട്ടികളിൽ എന്താണ് ഇത് വളരെ ചെറുങ്ങനെ ഡെവലപ്പ് ചെയ്ത് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. ഡ്യൂറിംഗ് ഇൻഫാൻസി സ്ട്രോങ് ഇമോഷണൽ ബോണ്ട്സ് വിത്ത് പാരന്റ്സ് ആൻഡ് കെയർ ഗിവേഴ്സ് പ്രൊവൈഡ് എ സെൻസ് ഓഫ് സെക്യൂരിറ്റി ആൻഡ് സപ്പോർട്ട് ഹെൽത്തി സോഷ്യൽ ഡെവലപ്മെന്റ്. അല്ലെ, ഈ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ചില കുട്ടികൾ അമ്മ അടുത്തില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് കാര്യം. കാരണം എന്താണ്? അമ്മ എന്ന് പറയുന്നത് എന്താണ്? ആ കുട്ടിയെ സംബന്ധിച്ചുള്ള സെൻസ് ഓഫ് സെക്യൂരിറ്റി ആണ്.
അപ്പൊ ഇതൊക്കെ ഇതൊരു സോഷ്യൽ ഡെവലപ്മെന്റ് അല്ലെ. അതായത് എന്റെ അമ്മ എന്ന് പറയുന്നത് എന്റെ വളരെ പ്രധാനപ്പെട്ട എന്റെ ജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു മനുഷ്യനാണ്. ഓക്കെ, അവരെ എന്നെ കെയർ ചെയ്യുന്ന ഒരാളാണ്. അപ്പൊ ആ കുട്ടിക്ക് പതിയെ ആ ഒരു സോഷ്യൽ ഡെവലപ്മെന്റ് ഉണ്ടാകുന്നത് കൊണ്ടാണ് ഒരു അമ്മ കുട്ടിയുടെ അടുത്തുനിന്ന് പോകുന്ന സമയത്ത് ആ കുട്ടിക്ക് കരച്ചിൽ വരാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് എന്ത് സോഷ്യൽ ഡെവലപ്മെന്റിന്റെ ബേസിസ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതിന് പ്രധാനപ്പെട്ട സ്റ്റേജസ് നമുക്ക് നോക്കാം. 0 to 3 months എന്താണ് റെസ്പോണ്ട് ടു ഫെമിലിയർ ഫേസസ് ആൻഡ് വോയിസസ് ആൻഡ് ബിഗിൻ ടു ഷോ സോഷ്യൽ സ്മൈൽ. ചിരിക്കുക എന്നുള്ളത് എന്താണ് 0 to 3 months മുതൽ ആ കുട്ടി ഡെവലപ്പ് ചെയ്ത് തുടങ്ങും. 4 to 6 months എന്താണ് എൻജോയ് ഇന്ററാക്ടിങ് വിത്ത് അതേഴ്സ്, റെക്കഗ്നൈസ് ഫെമിലിയർ പീപ്പിൾ ആൻഡ് ലൈക്ക് സിമ്പിൾ സോഷ്യൽ ഗെയിംസ് സച്ച് ആസ് പിക്കബു. ഓക്കെ, 4 മുതൽ 6 മാസം വരെ എന്താണ് മറ്റുള്ളവരുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വേണ്ടി കുട്ടിക്ക് താല്പര്യം ഉണ്ടാവും. അവരെ തട്ടുന്ന സമയത്ത് ചില കുട്ടികളെ പെട്ടെന്ന് എന്താണ് തട്ടുന്ന ആളത്തോട് പോകും. ഓക്കെ, കൈ കാണിച്ച് അപ്പൊ തന്നെ പോകും. ഓക്കെ, അതുപോലെ തന്നെ ഫെമിലിയർ ആയിട്ടുള്ള ആളുകളെ പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യും. അതുപോലെ തന്നെ ഈ സോഷ്യൽ ഗെയിംസുകൾ നമ്മൾ പിക്കബു എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ഇതൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് 4 to 6 monthsലാണ്. ഓക്കെ, 7 to 9 months എന്താണ് ഡെവലപ്പ് എ സ്ട്രോങ്ങർ അറ്റാച്ച്മെന്റ് ടു ദി പ്രൈമറി കെയർ ഗിവർ ആൻഡ് മേ ഷോ ഫിയർ ഓഫ് ആങ്സൈറ്റി അറൌണ്ട് സ്ട്രേഞ്ചേഴ്സ്. ഓക്കെ, അതിനെ വിളിക്കുന്ന പേരാണ് സ്ട്രേഞ്ചർ ആങ്സൈറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോ അധികം പരിചയമില്ലാത്ത ആളുകൾ അടുത്തുണ്ടാകുന്ന സമയത്ത് ചിലപ്പോൾ ഒരു പേടി ഉണ്ടാകാനുള്ള ഒരു സാധ്യത അത് 7 to 9 months കുട്ടി ഡെവലപ്പ് ചെയ്യുന്ന ഒരു സ്ട്രേഞ്ചർ ആങ്സൈറ്റി എന്ന് പറയുന്ന ഒരു വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് സൈക്കോളജിക്കൽ പ്രോസസ് ആണ്. ഓക്കെ, പിന്നെ 10 to 12 months എന്താ സംഭവിക്കുന്നത് ഇമിറ്റേറ്റ്സ് സിമ്പിൾ സോഷ്യൽ ആക്ഷൻസ്, വേവ്സ് അല്ലെ, ബൈ ബൈ, ക്ലാപ്പ് ഹാൻഡ്സ്, എൻജോയ്സ് പ്ലേയിങ് ഇന്ററാക്റ്റീവ് ഗെയിംസ് വിത്ത് അതേഴ്സ് അല്ലെ. കുട്ടികൾ എന്താണ് ഈ മറ്റുള്ളവരുമായിട്ട് കളിക്കാൻ തുടങ്ങുന്ന ഒരു പ്രായമാണ് ഈ പറയുന്ന 10 to 12 months എന്നുള്ളത്. ഓക്കെ, 12 to 24 months എന്താണ് ഷോ എഫെക്ഷൻ ടുവാർഡ് ഫാമിലി മെമ്പേഴ്സ്, express a range of emotions and begins parallel play where the child play alongside other children without actively playing together അല്ലെ. അതായത് കുട്ടികൾ എന്താണ് അവരുടേതായ ഒറ്റക്കുള്ള ഒരു ലോകത്തിലോട്ട് അവരെന്ത് ചെയ്യാണ് ഡെവലപ്പ് ചെയ്യാണ്. ഓക്കെ, അതുപോലെ തന്നെ എന്താണ് മറ്റുള്ള ഫാമിലി മെമ്പേഴ്സിനോട് സ്ട്രോങ് ആയിട്ടുള്ള ഒരു എഫെക്ഷൻ കാണിക്കുകയാണ്. ഓക്കെ, അമ്മനോട് ഭയങ്കര സ്നേഹം, അച്ഛനോട് ഭയങ്കര സ്നേഹം, ഏട്ടനോട് അനിയത്തിയോട് എല്ലാവരോടും എന്താണ് ഏട്ടനോടും അതുപോലെ തന്നെ പിന്നെ സിസ്റ്റേഴ്സിനോടൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു എഫെക്ഷൻ ഷോക്കേസ് ചെയ്യുന്ന ഒരു ടൈമാണ് ഈ പറയുന്ന 12 to 24 months എന്നുള്ളത്. ഓക്കെ, വളരെ പ്രധാനപ്പെട്ട ഒരു സ്റ്റേജ് ആണ്. ഫൈൻ, നെക്സ്റ്റ് വരുന്നതാണ് ഇമോഷണൽ ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, വൺ ഓഫ് ദി ലാസ്റ്റ് ആൻഡ് ഫൈനൽ പിന്നെ ടൈപ്പ് ഓഫ് ഡെവലപ്മെന്റ് ആണ്. ഇമോഷണൽ ഡെവലപ്മെന്റ് ഇസ് ദ പ്രോസസ് ത്രൂ which infant learns to recognize, express and manage their emotions while developing emotional bonds with others അല്ലെ. ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇമോഷണൽ ഡെവലപ്മെന്റ് എന്ന് പറയുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു ആസ്പെക്ട് ആണ്. During infancy, babies communicate their feelings mainly through facial expression, crying, smiling, and body movements. As they grow, they begin to show a wider range of emotions, right? അതായത് ഒരു ഇൻഫാൻസി സ്റ്റേജിൽ എന്താണ് കുട്ടികൾ എങ്ങനെയാണ് അവരുടെ ഇമോഷൻസ് പിന്നെ ഷോക്കേസ് ചെയ്യുക, ഫേഷ്യൽ എക്സ്പ്രഷനിലൂടെ, ക്രൈയിങ് കരയുന്നതിലൂടെ, സ്മൈലിംഗ് ചിരിക്കുന്നതിലൂടെ, അതുപോലെ തന്നെ ബോഡി മൂവ്മെന്റ്സ്, ഇങ്ങനെ പല പല പ്രക്രിയ യൂസ് ചെയ്തുകൊണ്ടാണ് ആ കുട്ടി എന്ത് ചെയ്യുന്നത് അവരുടെ ഇമോഷൻസ് പിന്നെ ലോകത്തിലോട്ട് എന്ത് ചെയ്യുന്നത് ഷോക്കേസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ ഇതില് വരുന്ന വളരെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റേജസ് നമുക്ക് നോക്കാം. 0 to 3 months എന്താണ് എക്സ്പ്രസ് ഇമോഷൻസ് ത്രൂ ക്രൈയിങ്, സ്മൈലിംഗ്, കൂയിങ് ആൻഡ് ഫേഷ്യൽ എക്സ്പ്രഷൻ അല്ലെ. 0 to 3 months എന്താണ് കരയുന്നതിലൂടെ ചിരിക്കുന്നതിലൂടെ ഒക്കെയാണ് കുട്ടി എന്ത് ചെയ്യുന്നത് അവരുടെ ഇമോഷൻസ് കൂടുതൽ എക്സ്പ്രസ് ചെയ്യുന്നത്. 4 to 6 months എന്താണ് laugh, smiles more frequently and shows excitement, happiness and interest during interaction. അല്ലെ, കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്ത് എന്താണ് കുട്ടി ഒരുപാട് ചിരിക്കും, അതുപോലെ തന്നെ ഫ്രീക്വന്റ് ആയിട്ട് എന്താണ് അത് ചിരിച്ചോണ്ട് നിൽക്കും, അതുപോലെ തന്നെ എക്സൈറ്റ്മെന്റ് കുട്ടിയുടെ മുഖത്ത് ഷോക്കേസ് ചെയ്യാൻ വേണ്ടി തുടങ്ങും. അതൊക്കെ എന്താണ് ഒരു ഹാപ്പിനെസ് എന്ത് ചെയ്യാണ് അവരുടെ ഹാപ്പിനെസ് എന്ന് പറയുന്ന ഇമോഷൻ അവർ എക്സ്പ്രസ് ചെയ്യാണ്, റൈറ്റ്, എക്സൈറ്റ്മെന്റ് കാണിക്കുക എന്നുള്ളത്. ഫൈൻ, പിന്നെ 7 to 9 months എന്താണ് ഫോംസ് എ സ്ട്രോങ് ഇമോഷണൽ അറ്റാച്ച്മെന്റ് to caregivers and may show separation anxiety when they leave or a stranger anxiety around unfamiliar people. നേരത്തെ പറഞ്ഞ സെയിം കാര്യം തന്നെ എന്താണ് അതൊരു ഇമോഷണൽ എക്സ്പ്രഷൻ ആണ് അല്ലെ. പേടി, ഭയം, സ്നേഹം, ഇതൊക്കെ എന്താണ് ആൾ അടുത്ത് വരുമ്പോൾ അല്ലെങ്കിൽ അവരുടെ അടുത്ത് വരുമ്പോൾ ഒരു പേടി, അതുപോലെ തന്നെ അവരുടെ അമ്മ കെയർ ഗിവർ എന്താണ് അവരിൽ നിന്ന് വിട്ടുമാറി നിൽക്കുന്ന സമയത്ത് എന്താണ് ഉണ്ടാകുന്ന ഒരു ഭയം, ഇതൊക്കെ എന്താണ് ഒരു ഇമോഷൻ എക്സ്പ്രസ് ചെയ്യുന്ന ഒരു രീതിയാണ്. ഓക്കെ, 10 to 12 months എന്താണ് ബിഗിൻസ് ടു എക്സ്പ്രസ് ഇമോഷൻസ് സച്ച് ആസ് ഏങ്കർ, ഓക്കെ, ദേഷ്യം, ഓക്കെ, ഫ്രസ്ട്രേഷൻ, ഫിയർ, പേടി, അഫെക്ഷൻ, ഇതൊക്കെ എന്താണ് വളരെ ക്ലിയർ ആയിട്ട് എന്ത് ചെയ്യും കുട്ടി എക്സ്പ്രഷനിലൂടെ, ഫേഷ്യൽ എക്സ്പ്രഷനിലൂടെ അല്ലെങ്കിൽ ആക്ഷനിലൂടെ എന്ത് ചെയ്യും അവര് എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യും. അത് 10 to 12 monthsലാണ്.
പിന്നെ 12 to 24 months എന്താണ് സ്റ്റാർട്ട് ഷോയിങ് ഇൻഡിപെൻഡൻസ് ബൈ വാണ്ടിങ് ടു ഡു തിങ്സ് അലോൺ, എക്സ്പ്രസ് എ വൈഡർ റേഞ്ച് ഓഫ് ഇമോഷൻസ് ആൻഡ് മേ ഹാവ് എ ടെമ്പർ ടാൻട്രംസ് വെൻ നീഡ് ഓർ വിഷസ് ആർ നോട്ട് ഫുൾഫിൽഡ് അല്ലെ. അതായത് അവർക്ക് വേണ്ടുന്ന ഒരു കാര്യം കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, അവരുടെ എല്ലാ ഇമോഷൻസ് യൂസ് ചെയ്തുകൊണ്ട് അല്ലെ. അതായത് ഒരു ദേഷ്യത്തിന്റെ ഒരു എക്സ്ട്രീം സംഭവം ഉണ്ട്. നമ്മൾ ചെറുപ്പത്തിലൊക്കെ ഇപ്പൊ ചോക്ലേറ്റ് വേണമെന്ന് പറഞ്ഞ് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും നമ്മള് കുട്ടികൾക്ക് ഒരു റിബൽ സ്വഭാവം ഉണ്ടാവും അല്ലെ, എന്തിനും നമ്മൾ ഇല്ല എന്ന് പറയുമ്പോൾ കുട്ടിക്ക് ഒരു ദേഷ്യം എപ്പോഴും ഉണ്ടാവും. അത് ഈ ഷോക്കേസ് ചെയ്യുന്ന ഒരു പ്രായമാണ് ഈ പറയുന്ന 12 to 24 months എന്നുള്ളത്. ഓക്കെ, ഇതൊക്കെ എന്താണ്, ഒരു ഇമോഷൻ എക്സ്പ്രസ് ചെയ്യാനുള്ള കുട്ടിയുടെ ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, ആ ദേഷ്യം വാശിയൊക്കെ ആളുകളോട് കൃത്യമായിട്ട് കാണിക്കാനുള്ള അതൊരു തരം ഡെവലപ്മെന്റ് ആണ്. ഓക്കെ, പിന്നീട് അതിനെ കൃത്യമായിട്ട് കൺട്രോൾ ചെയ്യണം എന്നുള്ളതാണ്. ബട്ട് ആ ഒരു ബേസിക് സ്റ്റേജിൽ എന്താണ്, അതൊരു തരത്തിലുള്ള ഡെവലപ്മെന്റ് ആയിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതാണ്. ഓക്കെ, സോ ഇതെല്ലാം കൂടി ഞാൻ റാപ്പ് ചെയ്തുകൊണ്ട് ഒരു ബോക്സിലാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് പിന്നീട് പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, സോ ദാറ്റ്സ് ഓൾ അബൌട്ട് ടുഡേ. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സെഷൻ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ദാറ്റ്സ് ഓൾ യു ക്യാൻ ഡു ഫോർ മീ. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് ഡിസ്കഷൻസ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ നിർബന്ധമായിട്ട് ജോയിൻ ചെയ്യുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ചാനൽ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നുള്ളതാണ്. യാ, okay, so that's all about today's session. So we'll see you on the next video. Till then, bye and thanks everyone.